പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല പെറ്റ് പേരൻസും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, എൻ്റെ പെറ്റ് അല്ലെങ്കിൽ എൻ്റെ നായയുടെ രോമം ക്രമത്തിലധികം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഇത് സാധാരണമാണോ, അത് മറ്റെന്തെങ്കിലും രോഗമാണോ എന്നുള്ളതാണ് അവർക്കൊക്കെ അറിയേണ്ടത്. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നായ്ക്കൾ സാധാരണയായി വർഷത്തിൽ 2 തവണ രോമം പൊഴിക്കാറുണ്ട്. ഇതൊരു സാധാരണ കാര്യമാണ്, സാധാരണ സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിനെ നമ്മൾ മോൾട്ടിംഗ് എന്നോ ഷെഡിങ് എന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. സാധാരണ ഇത് വേനൽക്കാലത്തും അതുപോലെ തന്നെ മഞ്ഞ് ഉള്ള, അതായത് നമ്മുടെ കുളിരുള്ള സമയത്തും കുളിരുള്ള മാസങ്ങളിലുമാണ് സാധാരണയായി ഇത്തരത്തിലുള്ള നോർമലായിട്ടുള്ള ഷെഡിങ് അല്ലെങ്കിൽ മോൾട്ടിംഗ് നടക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നായ്ക്കളിൽ ചില രോഗങ്ങളുടെ ഭാഗമായോ അല്ലെങ്കിൽ ചില ഘടകങ്ങളുടെ, ആഹാരത്തിലെ ചില ഘടകങ്ങളുടെ കുറവുകളുടെ കാര്യം കൊണ്ടോ ഒക്കെ ഇത്തരത്തിലുള്ള രോമം കൊഴിച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. അത് ഓരോന്നായി നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ അസാധാരണമായ രോമം കൊഴിച്ചിലിനുള്ള ഏറ്റവും പ്രധാനം അലർജിയാണ്. നായ്ക്കളുടെ ചർമ്മത്തിന് അലർജി ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും പല കാര്യങ്ങളും സ്വാഭാവികമായി അവയ്ക്ക് ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നോ ലഭിക്കുന്ന പല പദാർത്ഥങ്ങളും നായയുടെ ചർമ്മത്തിന് അലർജി ഉണ്ടാക്കുന്നവയാണ്. ഇത്തരത്തിലുണ്ടാവുന്ന അലർജി മൂലം നായയുടെ രോമം പൊഴിഞ്ഞു പോകാറുണ്ട്. പിന്നീട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ആഹാരത്തിലുള്ള പോഷകങ്ങളുടെ കുറവ് മൂലം, അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലം നായ്ക്കൾക്ക് രോമം ക്രമത്തിലധികം കൊഴിഞ്ഞു പോകാറുണ്ട്. സിങ്ക്, ഒമേഗ-3 ഫാറ്റി ആസിഡ്, ഒമേഗ-6 ഫാറ്റി ആസിഡ്, ബയോട്ടിൻ തുടങ്ങിയ പോഷകങ്ങളുടെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലവും ഇത്തരത്തിൽ നായ്ക്കളിൽ രോമം കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാരണമാണ് അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ഫംഗസ് ഇൻഫെക്ഷൻ ആവാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ രോമം കൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ ചർമ്മത്തിൽ നമ്മളൊന്ന് കൈ ഓടിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും, രോമത്തിനടിയിൽ ചർമ്മത്തിൽ ചെറിയ ചെറിയ പസ്റ്റ്യൂൾസ്, അതായത് പഴുപ്പ് നിറഞ്ഞ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവാറുണ്ട്. ഈ കുരുക്കൾ പൊട്ടി പഴുപ്പ് പുറത്തു പോകാറും പതിവാണ്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുള്ള രോമം കൊഴിച്ചിലിൻ്റെ ഒരു ലക്ഷണം. അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ, കുമിളുകൾ, അതാണ് ഫംഗസ് ഇൻഫെക്ഷൻ മൂലവും ഇത്തരത്തിൽ നായ്ക്കൾക്ക് ചർമ്മരോഗങ്ങളും അതോടനുബന്ധിച്ച് രോമം കൊഴിച്ചിലും ഉണ്ടാകാറുണ്ട്. മലാസിയാസിസ് എന്ന് പറയുന്ന രോഗം ഇത്തരത്തിൽ ഫംഗസ് ഇൻഫെക്ഷൻ മൂലം നായ്ക്കൾക്ക് ചർമ്മത്തിലുണ്ടാകുന്ന ഒരു രോഗമാണ്. നായ്ക്കളുടെ തൊലി അല്ലെങ്കിൽ ചർമ്മത്തിന് കട്ടി കൂടുകയും കറുപ്പ് നിറത്തിലാവുകയും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ലീഷൻസ് കാണപ്പെടുകയും അതോടൊപ്പം രോമം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. രോമം കൊഴിച്ചിലിനുള്ള മറ്റൊരു കാരണമായി നമുക്ക് പറയാവുന്നത് എക്സ്റ്റേണൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലീസ്, ടിക്സ്, ലൈസ് തുടങ്ങിയ ബാഹ്യപരാതങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അവ ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ രോമം കൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ മറ്റ് ചില ഘടകങ്ങൾ കൂടി രോമം കൊഴിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. അതായത് മാനസികമായ സ്ട്രെസ്സ്. നമ്മുടെ നായയ്ക്ക് അമിതമായ സ്ട്രെസ്സ് കിട്ടിയാൽ, അതായത് ഒരു പക്ഷേ അതിന് പെട്ടെന്നൊന്ന് വീട് മാറി എന്നിരിക്കട്ടെ, വീടും പരിസരവും ഒക്കെ മാറുമ്പോൾ അത് നമ്മുടെ നായയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മൂലവും രോമം കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പലപ്പോഴും നായ്ക്കൾക്ക് ബോറടിച്ചാൽ ഇത്തരത്തിൽ രോമം കൊഴിച്ചിൽ, ഈ സമ്മർദ്ദത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബോറടിയും ഒരു ഘടകമായി തന്നെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം കൂട്ടുന്ന പല കാര്യങ്ങളും നായയുടെ രോമം കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ നായയുടെ രോമം കൊഴിച്ചിലിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹോർമോണുകളുടെ വ്യതിയാനം. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗാവസ്ഥ. അതായത് തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം താഴേക്ക് പോകുന്നത് മൂലം ഉണ്ടാകുന്ന ആ ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയിൽ നായ്ക്കളുടെ ചർമ്മം വരണ്ടതാവുകയും രോമം കൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ മറ്റൊരു ഹോർമോൺ
ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന മറ്റൊരു, അല്ലെ ഹോർമോണിൻ്റെ ഇംബാലൻസ് മൂലം ഉണ്ടാവുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് കുഷിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വ്യതിയാനം മൂലമാണ് കുഷിൻ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായി നായ്ക്കളുടെ രോമം കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ കൊണ്ട് നായ്ക്കളിൽ രോമം കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി അത് നിസ്സാരമായി കാണാതെ യഥാർത്ഥത്തിലുള്ള അതിനുള്ള എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ പെറ്റ് പേരൻസിൻ്റെയും ആവശ്യമാണ്. ഇത് കണ്ടെത്തുവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിനറി സർജന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള ചർമ്മരോഗങ്ങൾക്ക് ആവശ്യമായ ടെസ്റ്റുകളും, ഹോർമോൺ ടെസ്റ്റ്, അല്ലെ ബ്ലഡ് ടെസ്റ്റ്, അല്ലെ ഫംഗസ് ആണെന്ന് സ്കിൻ സ്ക്രേപ്പിംഗ്സ് എടുത്തിട്ടുള്ള ടെസ്റ്റ്, അങ്ങനെ നിരവധി ടെസ്റ്റുകൾ നമ്മുടെ വെറ്റിനറി സർജന്മാർ അതിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചെയ്ത് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റും നൽകിയാൽ നമ്മുടെ നായക്കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ നായ്ക്കൾ എന്നും നല്ല തിളക്കമുള്ള ചർമ്മരോഗമൊന്നുമില്ലാത്ത സുന്ദരന്മാരായും സുന്ദരികളായും നമ്മളോടൊപ്പം ഉണ്ടാവും. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.